മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മണൽ കൊണ്ട് വിരിഞ്ഞ യാതൊരു അവസാനവുമില്ലാതെ പടർന്ന് വിരിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഓർമ്മ വരിക. അവിടെ ചെടിയോ മരമോ പുല്ലോ ഒന്നും വളരാൻ സാധ്യതയില്ല. ഇത്രയും തീവ്രതയേറിയ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതേയില്ല. കാരണം മരുഭൂമിയിലുള്ള അവസ്ഥ എത്രത്തോളം കഠിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പടിഞ്ഞാറൻ മംഗോളിയയിലെ ധാലാധബാനർ മരുഭൂമിയിൽ ചൈന വിശ്വസിക്കാനാകാത്ത ഒരു മാറ്റം ചെയ്തു. 12 ലക്ഷം മുയലുകളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ചൈന എന്തിന് ഇത്രയും മുയലുകളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നതറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാനാകില്ല. അവർക്ക് പല നാടുകളുമായി ബോർഡർ പ്രശ്നം ഉണ്ട് എങ്കിൽ കൂടിയും അവരുടെ നാടിനുള്ളിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. വെറും 1-2 വർഷത്തിൽ തന്നെ മണൽ നിറഞ്ഞ ആ ഒരു ഭൂമിയെ പച്ചപ്പ് നിറഞ്ഞ ഒരു ഹരിത മനോഹരമായ സ്ഥലമാക്കി മാറ്റി. എന്നാൽ ചൈന എന്തിന് ഈ 12 ലക്ഷം മുയലുകളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവരണം? ഇതിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന കഥ എന്താണ്? ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി കാണാം. ഈ വീഡിയോ തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മറക്കാതെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചൈന ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും കഠിനമായ മരുഭൂമികളുള്ള നാടുകളിൽ ഒന്നായിരുന്നു. കൂടാതെ പല വർഷങ്ങളായി മരുഭൂമിയിൽ നിന്നും വരുന്ന കാറ്റ്, മണ്ണ് കാറ്റ്, എറോസീവ് ഡെസർട്ടിഫിക്കേഷനെ എതിർത്ത് അവർ പ്രതിഷേധിക്കാൻ തുടങ്ങി. 1990കളിൽ വന്ന ഗ്ലോബൽ ഡെസർട്ടിഫിക്കേഷൻ ഡേറ്റ അനുസരിച്ച് ചൈനയുടെ മരുഭൂമിയുടെ ചുറ്റളവ് എന്നത് 1.714 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഈ 17 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന എന്ന മുഴുവൻ നാടിന്റെയും ഏകദേശം 1/5 ഭാഗമായിരുന്നു. 21ാം നൂറ്റാണ്ടിലേക്ക് വന്നതിന് ശേഷം ചൈനയുടെ മരുഭൂമി ഓരോ വർഷവും 10,400 സ്ക്വയർ കിലോമീറ്റർ എന്ന വണ്ണം വളരാൻ തുടങ്ങി. 2015 വർഷം ചൈനയിലെ മരുഭൂമിയുടെ ചുറ്റളവ് 2.62 മില്യൺ സ്ക്വയർ കിലോമീറ്ററായി വളർന്നു. ഇത് ആ മുഴുവൻ നാടിന്റെയും 1/3 ഭാഗമായിരുന്നു. അതായത് ചൈനയുടെ സ്വന്തമായുള്ള ഭൂമിയിലെ 1/3 മരുഭൂമിയായിരുന്നു. ഇത്രയും കഠിനമായ സാഹചര്യം കണ്ട ചൈന വെറുതെ ഇരിക്കുമോ? ഇല്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ചൈന ഗവൺമെന്റും അധികാരികളും ആ ഒരു സ്ഥലത്ത് അഫോറസ്റ്റേഷൻ, അതായത് വനവൽക്കരണം എന്ന പദ്ധതിയിൽ വലിയൊരു കാട് തന്നെ നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ മണലുകൊണ്ട് നിറഞ്ഞ് വരണ്ട് മരുഭൂമിയായി കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെടികൾ വളരും എന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ ചൈനയുടെ ഈ ഒരു പദ്ധതി തോൽവിയിലായിരുന്നു അവസാനിച്ചത്. ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാനായി വളരെ പ്രസിദ്ധനായ ചൈന ശാസ്ത്രജ്ഞനായ സിയൻ സൂസനെ വിളിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വരവിന് ശേഷം ചൈനയുടെ പ്ലാന്റേഷൻ പ്രോഗ്രാമിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി. ഇദ്ദേഹം വരികയും ഈ മരുഭൂമിയിൽ നടത്തുന്ന ചെടികളും മരങ്ങളും വളർത്താനുള്ള പദ്ധതി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെ വെറും പുല്ലുകൾ മാത്രം വളരണം എന്നുള്ളത് ആവശ്യമേ ഇല്ല, ഇവിടെ ഒരു കാട് തന്നെ നിർമ്മിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമ്പൂർണ്ണ പരിസ്ഥിതിവൽക്കരണം, അതായത് എക്കോസിസ്റ്റം രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ എക്കോസിസ്റ്റം ഉണ്ടാക്കാൻ 3 ടെക്നിക്സ് ഉപയോഗിച്ചു. ആദ്യത്തേത് ഫോറസ്ട്രി, വനശാസ്ത്രം. കാടുകളിൽ വളരുന്ന മരങ്ങൾ, ചെടികൾ ഇവയെല്ലാം ഒരുപോലെ വളരില്ല. കൂടാതെ അവയുടെ വളർച്ചയും വ്യത്യസ്തമായിരിക്കും. കാടുകളിൽ മരം, ചെടി, പുല്ല് ഇവയെല്ലാം കൂടുതലും മറ്റു വർഗവുമായി ചേർന്നായിരിക്കും വളരുക. കൂടാതെ എല്ലാ സസ്യങ്ങളും ഒരുമിച്ചാണ് വളരുന്നത്. ചൈനയും ഇതേ രീതിയിൽ ഈ ഒരു മരുഭൂമിയിൽ കാട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചു. രണ്ടാമത്തെ ടെക്നിക്സ് അഗ്രികൾച്ചർ, കൃഷി. ഇത് കാരണം അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ജോലി സാധ്യതയും ലഭിച്ചു. ജനസംഖ്യയിൽ ലോക നാടുകളിൽ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നത് ചൈനയാണെന്ന് നമുക്ക് നന്നായി അറിയാം. ഇങ്ങനെയുള്ളപ്പോൾ ഈ ഒരു നാടിന്റെ 1/3 ഭാഗം മരുഭൂമിയായി മാറിയാൽ അവിടെയുള്ള ജനങ്ങൾക്ക് എങ്ങനെയുള്ള ഭക്ഷണം കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എന്നാൽ ഇപ്പോഴുള്ള ഈ ഒരു പ്രോജക്റ്റ് വഴി ജോലി സാധ്യത കൂട്ടാനും കൃഷിക്കായി കുറഞ്ഞ വെള്ളത്തിൽ മണൽ നിറഞ്ഞ ഈ ഒരു ഭാഗത്ത് മുളയ്ക്കുന്ന കൃഷിക്കായിട്ടുള്ള പയറുകളും തിരഞ്ഞെടുത്തു. ചൈനയുടെ ഈ ഒരു പദ്ധതി നമ്മൾ ശരിയായി മനസ്സിലാക്കിയാൽ ആദ്യം ചൈന കാടുകളെ പ്രൊമോട്ട് ചെയ്തു, അതിനുശേഷം കൃഷിയെ പ്രൊമോട്ട് ചെയ്തു, ഇതിനുശേഷം ആവാസ വ്യവസ്ഥ പൂർത്തിയാക്കാനായി മൃഗസംരക്ഷണവും ചേർത്തു. എന്നാൽ ഈ ഒരു എക്കോസിസ്റ്റം നിർമ്മിക്കാൻ ഏത് മൃഗത്തെ കൊണ്ടുവരണം എന്നുള്ളത് ചൈനയിലെ അധികാരികൾക്ക് വലിയ കുഴപ്പമായിരുന്നു. ചൈനയിലെ വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ സിയോൻ സൂസൻ നമ്മൾ ഏത് മൃഗത്തെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയാലും അത് എത്ര ചൂടായ അവസ്ഥയിലാണെങ്കിലും നന്നായി ജീവിക്കാനുള്ള കഴിവുള്ള ഒന്നായിരിക്കണം. രണ്ടാമത്തേത്, ഈ ഒരു സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ അതിന് ബ്രീഡിംഗ് നടത്തണം, അത് നമ്മുടെ എക്കോസിസ്റ്റത്തിന് വളരെ നല്ലതാകും എന്നും പറഞ്ഞു. അങ്ങനെ ഫ്രാൻസ് നാട്ടിൽ നിന്നും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇനം മുയലുകളെ തിരഞ്ഞെടുത്തു. ഈ മുയലിൻ്റെ പേര് റെക്സ് ഹെയർ റാബിറ്റ്. കൂടാതെ ഈ ഒരു മുയലിനെ ഫ്രാൻസിൽ മാത്രമേ കാണാൻ സാധിക്കൂ.
ചൈന ഇതിനെ ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത് അവരുടെ മരുഭൂമിയിൽ വളർത്താൻ തുടങ്ങി. അതായത് എക്കോസിസ്റ്റത്തിന് ആവശ്യമായ ആനിമൽ ഹസ്ബൻഡറി തുടങ്ങി. ഇവിടെ കൃഷി ചെയ്ത കൃഷിക്കാർ ഈ ഒരു മുയലുകളെ നന്നായി തന്നെ വളർത്തി. അവയും ചൈന അധികാരികൾ പ്രതീക്ഷിച്ചതുപോലെ കൃഷിക്കായും സഹായിച്ചു. കൃഷിക്കാരും മുയലും ചേർന്ന് കൃഷി ജോലികൾ ചെയ്ത് ഭൂമിയെ സംരക്ഷിച്ച് കാടുകൾ വളർത്താൻ സഹായിച്ചു. അവരുടെ ഈ ഒരു പാർട്ണർഷിപ്പിന്റെ അവസാനം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഈ മുയലിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവയെല്ലാം പുല്ലിന്റെ വേരുകൾ തിരയും. അങ്ങനെ തിരയുമ്പോൾ വേരുകൾ കണ്ടുപിടിക്കാനായി അവ ഭൂമിയിലുള്ള മണ്ണിനെ കുഴിക്കാൻ തുടങ്ങും. അങ്ങനെ കുഴിച്ച് ഭൂമിക്കുള്ളിലേക്ക് ഒരു തുരങ്ക പാത തന്നെ നിർമ്മിക്കുകയും പുല്ലിന്റെ വേരുകളിലേക്ക് എത്തുകയും ചെയ്യും. പൊതുവെ ഭൂമിക്ക് അടിയിലെ മണ്ണുകളിൽ കൂടുതൽ മിനറൽസ് ഉണ്ടാകും. ഈ മിനറൽസ് നിറഞ്ഞ ഭൂമി കൃഷിക്ക് ഒരുപാട് സഹായിക്കും. ഇങ്ങനെ ഈ മുയലുകൾ എടുക്കുന്ന കുഴികളിലൂടെ കാറ്റും ഉള്ളിലേക്ക് പോകും. ഈ വളം നിറഞ്ഞ മണ്ണ് അങ്ങനെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇപ്പൊ ഭൂമിക്കടിയിലെ കൃഷിക്ക് യോഗ്യമായ മണ്ണിന് എന്ത് സംഭവിക്കുമെന്ന് അറിയണ്ടേ? വേരുകളെ തേടിയുള്ള ഈ തിരച്ചിലിൽ മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങും. ഇതും കൃഷിക്ക് വലിയ സഹായകമായി. പെട്ടെന്ന് തന്നെ വിത്ത് മുളയ്ക്കാനും തുടങ്ങി. കൂടാതെ ഈ ജോലികൾ എല്ലാം ഈ മുയലിന്റെ സഹായത്തോടു കൂടി പ്രകൃതിദത്തമായി തന്നെ ചെയ്തു. ഈ മുയലുകൾ പുല്ലിന്റെ വേരുകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വേരുകളെ പടർത്തി. പുതിയ സ്ഥലങ്ങളിലും പുതിയ തളിരുകൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഈ മുയലുകൾ ചൈനയ്ക്ക് ഒരു കാട് നിർമ്മിക്കാൻ വളരെയധികം സഹായിച്ചു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈയൊരു മുയലുകളെ കുറിച്ച് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മുയലുകൾക്ക് മറ്റു മുയലുകളെക്കാട്ടിലും 25% ഗർഭാവസ്ഥയുണ്ടാക്കും. ഇത് ഇവയ്ക്ക് ഒരുപാട് പ്രത്യുൽപാദനം നടത്താനും സാധിച്ചു. ഒരു പെൺ റെക്സ് ഹെയർ മുയൽ വഴി ഒരു വർഷത്തിൽ 40 കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്നാണ് പറയുന്നത്. ഈ 12 ലക്ഷം മുയലുകളെ 18 ലക്ഷം മുയലുകളാക്കി മാറ്റാൻ ചൈന ഗവൺമെന്റിന് സാധിച്ചു. ഈ മുയലുകളുടെ ബ്രീഡിംഗ്, ഭക്ഷണ രീതി, അവയുടെ വേരുകൾ തേടിയുള്ള തിരച്ചിൽ, ഇവയൊക്കെ കാരണം അവർ വിതച്ച വിത്തുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റു പല സ്ഥലങ്ങളിലേക്ക് പടരാൻ തുടങ്ങി. ആ ഒരു മരുഭൂമി പച്ചപ്പ് നിറയാൻ തുടങ്ങി. ഇതിനു മുൻപ് ചൈനയുടെ മരുഭൂമിയിൽ ഈ ചെടി, പുല്ല് എന്നത് വെറും 3% മാത്രമായിരുന്നു. അതും ചില മരങ്ങളും കുറ്റിച്ചെടികളും മാത്രം അവിടെവിടെയായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ 12 ലക്ഷം മുയലുകൾ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ മരുഭൂമിയെ ഇത്രയും വലിയൊരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാക്കി മാറ്റി. അതും വെറും 3% മാത്രം ചെടിയോ പുല്ലോ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശത്തെ ഇപ്പോൾ 84.7% കൂടി. ഈ ഒരു കണക്ക് ചൈനയുടെ 2021 വന്ന കണക്കിലും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ചൈനയിൽ ഒരു 100 കിലോമീറ്ററുള്ള മരുഭൂമിയാണെന്ന് ചിന്തിക്കുക. അതിൽ മുൻപ് വെറും 3 കിലോമീറ്റർ മാത്രമായിരുന്നു ചെടികൾ കൊണ്ട് മൂടിയിരുന്നത്, അതും ചില സ്ഥലങ്ങളിൽ മാത്രം. എന്നാൽ ഈ എക്കോസിസ്റ്റം പ്രോജക്റ്റ് വന്നതിന് ശേഷം അത് 84.7 കിലോമീറ്ററായി കൂടി. എവിടെ നോക്കിയാലും മരം, ചെടി, പുല്ലുകൾ അവയെല്ലാം കൊണ്ട് മൂടിയിരുന്നു. അപ്പോൾ ഭാവിയിൽ ഈ ഒരു എണ്ണം വീണ്ടും എത്രത്തോളം കൂടുമെന്നുള്ളത് ചിന്തിക്കുക. അതായത് ചൈനയുടെ ഒരു മരുഭൂമി മുഴുവനായും ഒരു കാടായി മാറിയതിനു ശേഷം അതിൻ്റെ വളർച്ച എന്നത് ദിവസം തോറും കൂടാൻ തുടങ്ങി. മരുഭൂമി മാറി പുതിയൊരു ഫോറസ്റ്റ് തന്നെ ഉണ്ടായി. തുടക്കത്തിൽ ചൈനയ്ക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ ചൈന ഈ ഒരു പ്രോജക്റ്റിനെ വളരെ ബുദ്ധിപരമായി കൊണ്ടുപോയി. ഇത് കണ്ട് മുഴുവൻ ലോകവും അവരുടെ കാടുകൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. കൂടാതെ അവിടെ കൃഷി ചെയ്തിരുന്ന കൃഷിക്കാർ ഈ ആനിമൽ ഹസ്ബൻഡറി, അവിടെയുള്ള മൃഗങ്ങളെ നന്നായി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ആ മുയലിന്റെ രോമം, ഇറച്ചി ഇതെല്ലാം അവർക്ക് നല്ല വരുമാനവും കൊടുത്തു. ഈ മുയലുകളുടെ ഇറച്ചിക്കും തൊലിക്കും അത്രയേറെ വിലയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് പല ആളുകൾ അവിടെ കൃഷി ചെയ്യാനും ആനിമൽ ഹസ്ബൻഡറിക്കായും വന്നു. ഫോറസ്ട്രി, അഗ്രികൾച്ചർ കൂടാതെ ആനിമൽ ഹസ്ബൻഡറി ഇവയെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു ഇന്റഗ്രേറ്റഡ് എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും ചൈന ശാസ്ത്രജ്ഞന്മാരും അധികാരികളും ഒരുമിച്ച് മുഴുവൻ കാട് തന്നെ നിർമ്മിച്ചു. അങ്ങനെ ഒരു മരുഭൂമിയെ മുഴുവനായും കാണാതായി. ചൈന ആ പ്രോജക്റ്റിൽ വിജയിക്കുകയും ചെയ്തു. അവർക്കിത് സാധ്യമെങ്കിൽ തീർച്ചയായും നമുക്കും ഇത് സാധിക്കും. ഇന്ത്യയിൽ പോലും ഇത് സാധിക്കും. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പദ്ധതി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.